സുഗുണൻ സാറേ, ഉഗ്ര വീടാണല്ലോ. ഇത് ഗൾഫിലുള്ള അളിയെ എനിക്ക് വേണ്ടി പണിത് തന്നാണെന്നാ നാട്ടുകാരുടെ വിചാരം. പക്ഷേ ശരിക്കും ജയാനന്ദ സാറിൻ്റെ എൻ്റെ അല്ല. CM ഈ ബില്ല് അവതരിപ്പിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുക, അറിയാമല്ലോ. അതിനത് അസംബ്ലിയിൽ പാസ്സായാലല്ലേ. അതിലേക്കാണ് വരുന്നത്. ഗവൺമെന്റ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നേരിട്ടൊരു ബില്ല് സഭയിൽ അവതരിപ്പിച്ചാൽ അത് പാസ്സാകണം. ഇല്ലെങ്കിൽ സർക്കാരിന്റെ വിശ്വാസ്യതയെ തന്നെ അതില്ലാതാക്കും. സാധാരണഗതിയിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ല. സുഗുണൻ എന്താ പറഞ്ഞു വരുന്നത്? അവിശ്വാസ പ്രമേയം CM-നും ഗവൺമെന്റിനുമെതിരെ ഒരു അവിശ്വാസ പ്രമേയം നമ്മൾ കൊണ്ടുവരുന്നു. ബില്ല് പാസ്സായില്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ സ്പീക്കർ ചെന്ന് കണ്ട് നോട്ടീസ് കൊടുക്കും. ഇത്ര പെട്ടെന്നൊരു നോ കോൺഫിഡൻസ് മോഷൻ വന്നാൽ അതിനെ തടയാനോ വിജയിക്കാനോ ഉള്ള ഒരു മരുന്നും കടയ്ക്കൽ ചെന്നിന്റെ കയ്യിൽ കാണില്ല. ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം നമ്മൾ അയാളെ വെള്ളം കുടിപ്പിക്കും. താനാണ് എല്ലാത്തിനും മുകളിൽ നിന്നൊരു വിചാരമായിക്കൊണ്ട് അത് അന്നത്തോടു കൂടി അവസാനിക്കും. നിങ്ങളെ വിശ്വസിച്ചും നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കും എന്നുള്ള ധൈര്യത്തിലുമാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ദിനേശ്, CM ആണ് ഈ ബില്ലിന് പിന്നിൽ എന്നെ വിളിച്ചറിയിച്ച ദിനേശിന് എൻ്റെ ഓപ്പൺ ഓഫർ. ഒരു MP സ്ഥാനത്തെക്കാൾ വലുതല്ല ദിനേശെ സ്വന്തം സംസ്ഥാനത്തിലൊരു മന്ത്രിസ്ഥാനം. ഈ ബില്ല് ഞാൻ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ അത് അവിടെ തന്നെ അവസാനിക്കും എന്നാണ് കരുതിയത്. പക്ഷെ CM-ന്റെ മനസ്സിലൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു. ലോക്സഭാ ഇലക്ഷന് മുമ്പ് പ്രതിച്ഛായ കൂട്ടാൻ കേന്ദ്രം ഇത് പാസ്സാക്കുമെന്ന്. അതങ്ങനെ തന്നെ സംഭവിച്ചു. ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ ഒരു പ്രത്യേക വൈഭവമായിക്കോട്ടെ, അത് നമ്മൾ സമ്മതിച്ചേ പറ്റും. ഇലക്ഷൻ വരും, ജയിച്ചാൽ കുര്യാക്കോസിന് ആഭ്യന്തരം. കുറെ കാലം കണ്ണുനട്ടിരുന്നതല്ലേ. രാജന് റവന്യൂ, ദിനേശിന് ഈ പറഞ്ഞതൊഴികെയുള്ള മറ്റെന്തും. ഇതിൽ വലിയ ധാർമ്മികതയൊന്നുമല്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പം രാഷ്ട്ര സേവനമൊന്നുമല്ല. ഇതൊരു വ്യവസായമാണ്. വ്യവസായമാകുമ്പോൾ എനിക്കും ലാഭം കിട്ടും, നിങ്ങൾക്ക് ലാഭം കിട്ടും, അല്ലേ? ശരിയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾ ഒപ്പമുണ്ട് ഞാനത് സാർ. സന്തോഷം. അത് മതി. ഓക്കെ, എന്നാ പിന്നെ ഓ ശരി ശരി. ജയാനന്ദ, CM ഈ ബില്ല് അവതരിപ്പിച്ചാൽ അതിനെ അനുകൂലിക്കുന്ന കുറച്ച് പേർ നമ്മുടെ സൈഡിലും കാണും. അത് ഓർമ്മ വേണം. പിന്നെ കുര്യാക്കോസിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. അവസാന നിമിഷം അയാൾ മാർക്കളയാനും സാധ്യതയുണ്ട്. അധികാരമില്ലെങ്കിൽ രാഷ്ട്രീയത്തിലൊരു വിലയില്ല സാറേ. വലിയ അവസരങ്ങൾ വാതിൽ വന്ന് മുട്ടുമ്പോൾ ഇതുപോലുള്ള ചില പരനാരുകളെ കൂടെ നിർത്തേണ്ടി വരും. So you propose to present the bill on the 24th? Yes, Your Excellency. But why in the old assembly hall? It was there I stepped for the first time as an MLA. It was there so many historical bills were presented. That is my sentiment. Oh, nice. I appreciate your effort. Thank you. And your good intentions. But you know there are so many ifs and buts in this. Yes, Your Excellency. I'm aware of it, but still I want to try once. Okay. All the best. Wish you all the best. Thank you, Your Excellency. സ്വന്തം പാർട്ടി അംഗങ്ങളിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും ശക്തമായ എതിർപ്പുണ്ടായിട്ടും ഈ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മുഖ്യമന്ത്രി കടക്കൽ ചന്ദ്രൻ. ഇതോടൊപ്പം തന്നെ ജനങ്ങളിൽ നിന്ന് വമ്പിച്ച പിന്തുണയാണ് ഈ ബില്ലിന് ലഭിച്ചിട്ടുള്ളത്. ജനാധിപത്യം എന്ന് പറയുന്നത് നമുക്ക് ജനങ്ങൾക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്. സോ അത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരുത്താൻ കിട്ടുന്നൊരു ചാൻസ് നല്ലതാണ്. കള്ളന്മാരായിട്ടുള്ള കുറേ മന്ത്രിമാരുണ്ട്.
അവരങ്ങനെ തെറിപ്പിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ നിയമം വരുന്നത് വളരെ നല്ലതാണ്. 2 വർഷം നോക്കണം, എന്നിട്ട് അവരത് ചെയ്തില്ലെങ്കിൽ താഴെ ഇറക്കുക, അടുത്ത ആൾക്കാർ വരട്ടെ. പ്രായോഗികമായിട്ട് നടപ്പിലാകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇല്ല, അറിയാത്ത ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യം നടക്കാൻ പോകുന്നു. ഒരു ഡിസിഷൻ നമ്മൾ എടുത്ത് അത് റോങ് ആയി കഴിഞ്ഞാൽ അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടണമല്ലോ. നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താനും ആളെ മാറ്റാനും നമുക്കൊരു നല്ലൊരു കാര്യമാണ്. അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. പറഞ്ഞാൽ നല്ല കാര്യമാണ്. അങ്ങനെ സംഭവിക്കാൻ നല്ലത് തന്നെയാണ്. ആര് വന്നാലും പോയാലും ഞങ്ങളുടെ ജീവിതം ഇതൊക്കെ തന്നെയാണ്. ഒരുപാട് അഴിമതിക്കാർ നമ്മുടെ മന്ത്രിസ്ഥാനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകും. എന്നാലേ നമ്മളെ പോലെ പാവങ്ങൾക്ക് ഗുണമുള്ളൂ. ഈ ബില്ല് പാസ്സാകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പറയുന്ന പോലെ തന്നെ പ്രാക്ടിക്കൽ അല്ലല്ലോ ഈ പറയുന്ന വിഷയം. പോസിറ്റീവും നെഗറ്റീവും നമുക്ക് ഒരുപോലെ തന്നെ ചിന്തിച്ചുകൊണ്ടാണെങ്കിൽ ഈ ബില്ല് നമുക്ക് പാസ്സാക്കാൻ പറ്റും. ഇത് ആര് നടപ്പാക്കിയാലും ഞാൻ അവരുടെ കൂടെ. ഞാനിതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി അഴിമതി നടക്കൂല, ഈ ബില്ല് വരും. വരണം 2 വട്ടം വരണം. ഹലോ, ഇറങ്ങിയോ? ഇല്ല, ഞാൻ ഇറങ്ങാൻ തുടങ്ങാം. ഇന്ന് നല്ല മൂടലുണ്ട്, ചിലപ്പോൾ മഴ പെയ്യും. ഞാനിവിടെ തന്നെ ഉണ്ടാവും. നീ പോയിട്ടോ. റേഖ, ഇന്ന് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. വാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. മുന്നേറെ സാർ പോവാ.